ഹായ്, നിങ്ങളുടെ മെക്കാനിക്സ് 2 പേപ്പറിലെ മൂന്നാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ആ യൂണിറ്റിൽ മുഴുവൻ ഹാർമോണിക് ഓസിലേറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണിത്. ആദ്യം നമ്മൾ അതിന്റെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ, വൊക്കാബുലറി അതെല്ലാം ഈ ക്ലാസ്സിൽ നമ്മൾ ക്ലാരിഫൈ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വിൽ ബി ഡിസ്കസിങ് ദ ഫ്രിക്ഷൻലെസ് ഹാർമോണിക് ഓസിലേറ്റർ. ഇതിൽ നമ്മൾ കാണുന്ന ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ, ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ള ചാപ്റ്ററിനുള്ള ബേസിക് ഇൻട്രൊഡക്ഷൻ, അതുപോലെ മുൻപ് നമ്മൾ പഠിച്ച ചില കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്യും. ഹാർമോണിക് ഓസിലേറ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് മുൻപ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓൾറെഡി പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഐഡിയൽ കേസ്, you might have already solved this. So we'll discuss, we'll just revise these things. We'll look at the standard form of the solution, which you might already be familiar with. Then we'll also clarify the vocabulary that we'll be using. And then in the end, we'll see how we can make use of the initial conditions to find the complete solution. ഈ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം എന്ന് പറയുന്നത് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതിന്റെ ഒരു കാരണം ഇതൊരു എക്സാക്ട്ലി സോൾവബിൾ പ്രോബ്ലം ആണ്. എക്സാക്ട്ലി സോൾവബിൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ കഴിയും. ഇക്വേഷൻ ഓഫ് മോഷൻ ഉദാഹരണത്തിന് F is equal to m d square x by dt square. This is the equation of motion. നമ്മൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ ആണിത്. ഇവിടെ നമുക്ക് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഓഫ് മോഷൻ കൺസ്ട്രക്ട് ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്ത് സോൾവ് ചെയ്യാം. ഇൻ പ്രിൻസിപ്പിൾ വി ക്യാൻ സോൾവ് ദിസ്. പക്ഷേ ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ കഴിയുന്ന പ്രോബ്ലംസ് വളരെ കുറച്ചേ ഉള്ളൂ. ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ കഴിയുന്ന ഫിസിക്കൽ സിസ്റ്റംസ് വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ മാത്തമാറ്റിക്സിന് തന്നെ വളരെയധികം അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഹയർ ലെവൽ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് എല്ലായിടത്തും പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഹാർമോണിക് ഓസിലേറ്റർ. അത് പല കോണ്ടെക്സ്റ്റിലും നിങ്ങൾ ഈ ഹാർമോണിക് ഓസിലേറ്റർ കാണും. ഉദാഹരണത്തിന് നിങ്ങൾ ഓൾറെഡി മോഷൻ ഓഫ് എ മാസ് അറ്റാച്ച് ടു എ സ്പ്രിംഗ്, ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈക്വിലിബ്രിയം പൊസിഷനിൽ ചെറിയ ഡീവിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ദിസ് വിൽ ഓസിലേറ്റ്. ഇതൊരു പീരിയോഡിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ ഇത്തരം സിസ്റ്റംസിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് ഐഡിയലൈസ്ഡ് കേസാണ്, ഫ്രിക്ഷൻ ആബ്സെന്റ് ആണ്. ഓക്കെ, അതുപോലെ വേറെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല, ഈ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല. ഫ്രിക്ഷൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ഐഡിയലൈസ്ഡ് കേസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ ദർ ഇസ് ഓൾവേസ് സം സോർട്ട് ഓഫ് ഫ്രിക്ഷൻ. അല്ല, നമ്മളൊരു സിമ്പിൾ പെൻഡുലം ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഓസിലേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് കുറഞ്ഞു പോകുന്നത്, അത് റെസ്റ്റിലേക്ക് വരും. ദാറ്റ്സ് ബിക്കോസ് ദർ ഇസ് ഫ്രിക്ഷൻ. അപ്പൊ അത്തരം കേസസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ വി നീഡ് ടു ഡിസ്കസ്, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡിസ്കസ് ദീസ് തിങ്സ്, ഹൗ ടു ഡിസ്ക്രൈബ് ദീസ് തിങ്സ്. ഈ ഹാർമോണിക് ഓസിലേറ്ററിന്റെ അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പലയിടത്തും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്രിയേഷൻ ഓഫ് സൗണ്ട് ബൈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഒരു സ്ട്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള നോട്ട്സ്, മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന നമുക്കറിയാം. അപ്പൊ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അതൊരു ഹാർമോണിക് ഓസിലേറ്ററിന് എക്സാമ്പിൾ ആണ്. അതുപോലെ പ്രോപ്പഗേഷൻ ഓഫ് വേവ്സ് ഇൻ എ മീഡിയ, ഒരു മീഡിയത്തിലൂടെ വേവ്സ് പോകുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് ഈ മീഡിയം ഓരോ പോയിന്റിലും സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ വെള്ളത്തിലുള്ള ഓളങ്ങൾ നോക്കുകയാണെങ്കിൽ വി സീ ദാറ്റ് ദ റിപ്പിൾസ് ആർ മൂവിങ്, റിപ്പിൾസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു വേവ് പ്രോപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. കല്ലെടുത്തൊരു വെള്ളത്തിലേക്ക് എറിയുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ സർഫസിലൂടെ ഒരു വേവ് ഇങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യുന്ന പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, പക്ഷെ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ഈ വേവ്, ഈ മീഡിയം, വാട്ടർ മീഡിയം, ഉദാഹരണത്തിന് വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിടുകയാണെങ്കിൽ അതിലെ വെള്ളം എന്ന് പറയുന്നത് ഓരോ പോയിന്റിലും മുകളിലേക്കും താഴേക്കും സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ മീഡിയം ആസ് സച്ച് മൂവ് ചെയ്യുന്നില്ല, മീഡിയം ആസ് സച്ച് മൂവ് ചെയ്യുന്നില്ല. അതുപോലെ ടൈം കീപ്പിംഗ് ക്രിസ്റ്റൽസ് ഇൻ ഡിജിറ്റൽ വാച്ചസ്, നിങ്ങൾ പണ്ടത്തെ വാച്ചൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും ക്വാർട്സ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ക്വാർട്സ് ക്രിസ്റ്റലിന്റെ പീരിയോഡിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സമയം കണക്കാക്കുന്നത്. എത്ര തവണ ഇത് വൈബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ സമയത്തിന്റെ മെഷറായിട്ട് എടുക്കുന്നത്. ഈ പീരിയോഡിക് മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടൈം കീപ്പിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പീരിയോഡിക് മോഷൻ ഇല്ലെങ്കിൽ വി വുഡ്ന്റ് ബി ഏബിൾ ടു കീപ് ടൈം. ഓക്കെ, ഇപ്പൊ പണ്ടത്തെ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊരു സിമ്പിൾ പെൻഡുലം ക്ലോക്സ് ആണ്. പെൻഡുലം എന്ന് പറയുന്നത് പീരിയോഡിക് മോഷന്റെ എക്സാമ്പിൾ ആണ്. പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ പീരിയോഡിക്കലി അത് അതിന്റെ ഇനീഷ്യൽ കോൺഫിഗറേഷനിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് റിപ്പീറ്റ്സ്, കോൺഫിഗറേഷൻ റിപ്പീറ്റ്സ് ഓവർ ടൈം.
അപ്പൊ അത്തരം മോഷൻസിനാണ് പീരിയോഡിക് മോഷൻസ് എന്ന് പറയുന്നത്. ഈ പീരിയോഡിക് ആയിട്ടുള്ള മോഷൻസ് നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ടാണ് നമുക്ക് ക്ലോക്കുകൾ നിർമ്മിക്കാൻ കഴിയുന്നത്. അതുപോലെ ഹാർമോണിക് ഓസിലേറ്റർ പല സിറ്റുവേഷൻസിലും വരുന്നുണ്ട്. അറ്റോമിക് ആൻഡ് ഒപ്റ്റിക്കൽ ക്വാണ്ടം സെനാരിയോസ്. ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകും, നമ്മൾ അറ്റോമിക് സബ് ആറ്റോമിക് റെൽമിലേക്ക് പോകുമ്പോൾ അവിടെയും ഇതുപോലുള്ള സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്. അതിന്റെ മാത്തമാറ്റിക്സ് ഈ ക്ലാസിക്കലി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന് കുറച്ച് ഡിഫറെന്റ് ആണ്. ബട്ട് അഗെയിൻ ദ ഹാർമോണിക് ഓസിലേറ്റേഴ്സ്, നമ്മൾ ലേസർ പഠിക്കുകയാണെങ്കിൽ അവിടെയും ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്ററിന്റെ മാത്തമാറ്റിക്സ് നമ്മളോട് ഉപയോഗിക്കുന്നുണ്ടാവും. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം ഫീൽഡ് തിയറീസിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിലുള്ള പാർട്ടിക്കിൾസിന്റെ സ്റ്റാൻഡേർഡ് മോഡൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അതിന്റെ അണ്ടർലൈങ് തിയറി എന്ന് പറയുന്നത് ക്വാണ്ടം ഫീൽഡ് തിയറിയാണ്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഒരു ഉദാഹരണമാണ്. അപ്പൊ അത് അവിടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങളാണ് ഉപയോഗിക്കുക. ബട്ട് അവിടെ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സ്, ഈ ബേസിക്കലി ഫീൽഡിന്റെ ഓസിലേഷൻസ് അല്ലെ വൈബ്രേഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ മാത്തമാറ്റിക്സ് തന്നെയായിരിക്കും. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ ഹാർമോണിക് ഓസിലേറ്റർ. അതുകൊണ്ടാണ് ആക്ച്വലി ഒരു ചാപ്റ്റർ മുഴുവൻ നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വി ഹാവ് ഓൾറെഡി എൻകൗണ്ടേർഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദ പീരിയോഡിക് മോഷൻ ഓഫ് എ മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ്. The treatment there was highly idealized because it neglected friction and the possibility of a time-dependent driving force. അപ്പോൾ അവിടെ നമ്മൾ ഫ്രിക്ഷൻ നിഗ്ലക്ട് ചെയ്തു. അതുപോലെ ഫ്രിക്ഷൻ മാത്രമല്ല, നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എക്സ്ട്രാ ഇതിന്റെ ഓസിലേഷൻസിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഇങ്ങനെയുള്ള കാര്യമൊന്നും നമ്മൾ അവിടെ എടുത്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, but it turns out that friction is essential for the analysis to be physically meaningful. നമ്മൾ ഫിസിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ള ഏതൊരു മൂവ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും അവിടെ ഫ്രിക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ്, മെനി ഓഫ് ദീസ് അപ്ലിക്കേഷൻസ് ഇൻവോൾവ് റെസ്പോൺസ് ടു എ ഡ്രൈവിംഗ് ഫോഴ്സ്. ഫ്രിക്ഷൻ മാത്രമല്ല, പുറമേ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ എന്ത് സംഭവിക്കുന്നു, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനും കൂടെ നമ്മൾ പഠിക്കണം. So in this chapter we will look at the harmonic oscillator including friction, അതായത് നോൺ ഐഡിയൽ, ഐഡിയലൈസ്ഡ് അല്ലാത്ത കേസും കൂടെ നമ്മൾ കാണുന്നുണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫ്രിക്ഷൻ എന്നുള്ളത് നമ്മൾ ഡാമ്പിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഡാമ്പിംഗ് ഫോഴ്സ്, ഇതിനെ നമ്മൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഫ്രിക്ഷൻ കാരണം ഈ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ റിയലിസ്റ്റിക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഒരു സ്പ്രിംഗിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. സോ ദർ വിൽ ബി സം സോർട്ട് ഓഫ് ഫ്രിക്ഷൻ ഹിയർ. ഇത് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മളൊരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സിമ്പിൾ പെൻഡിലും എടുത്തിട്ട് അതിന്റെ ഓസിലേഷൻസ് നോക്കുകയാണെങ്കിൽ ഈ എയറോ ആയിട്ടുള്ള ഫ്രിക്ഷൻ കാരണം യു വിൽ സീ ദാറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ കീപ്സ് ഡിക്രീസിങ്. ഓക്കെ, so we'll examine how the system behaves. We'll also examine how the system behaves when driven by a periodic applied force. Okay, ഇതിനെയാണ് നമ്മൾ driven harmonic oscillator എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഡിയലൈസ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ മാത്രമല്ല, ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററും അതുപോലെ തന്നെ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആദ്യം നമുക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ഈ ഫ്രിക്ഷൻലെസ് ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ ഐഡിയലൈസ്ഡ് കേസ് ഒന്ന് റിവ്യൂ ചെയ്യാം. ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to minus kx. X എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ഡയമെൻഷനിലാണ്, അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു കോർഡിനേറ്റ് മതി. സോ വി ചൂസ് ഇറ്റ് ആസ് ദ എക്സ് കോർഡിനേറ്റ്. അതുപോലെ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരേ ഒരു ഡയമെൻഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് എഫ് സ്പ്രിംഗ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. So because these are opposite, അതായത് ഈ രീതിയിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലാണെങ്കിൽ you know that the force is in the opposite direction, right? So this is the reason why F is written as minus kx. നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് F is equal to m d square x by dt square എന്നുള്ളതാണ്. ഓക്കെ, ഈ d square x by dt square എന്നുള്ളതിനെ x double dot എന്ന് എഴുതാം. So you can write F is equal to mx double dot. ഇവിടെ F ന് പകരം മൈനസ് kx എന്ന് ഇടുകയാണെങ്കിൽ mx double dot equal to minus kx, അല്ലെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ mx double dot plus kx equal to 0 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ m വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ we also write this as x double dot plus k divided by m x equal to 0.
ഇനി വേറെ രീതിയിൽ എഴുതാറുണ്ട്. ഈ k by m എന്നുള്ളതിനെ we denote it as omega square or omega 0 square. അപ്പോൾ omega square എന്ന് എഴുതുകയാണെങ്കിൽ this becomes x double dot plus omega square x equal to 0. നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇനി അങ്ങോട്ട് നമുക്ക് ഫ്രീക്വൻസി ഒമേഗയ്ക്ക് പകരം ഒമേഗ 0 എന്ന് ഡിനോട്ട് ചെയ്യാം. ലേറ്റർ വിൽ കോൾ ഇറ്റ് ദ നാച്ചുറൽ ഫ്രീക്വൻസി. നമുക്ക് ഇതിനെ ഒമേഗ 0 എന്ന് ഡിനോട്ട് ചെയ്യാം. ദിസ് ഇക്വേഷൻ ഇസ് ആക്ച്വലി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. റൈറ്റ്, ഇതിന്റെ സൊല്യൂഷൻ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കും. റൈറ്റ്, കാരണം ഇത് ടൈം ഡെറിവേറ്റീവ്. ടൈം ഡെറിവേറ്റീവ് ആണ് ഈ ഇക്വേഷൻ. റൈറ്റ്, ഈ ഇക്വേഷൻ കാണിക്കുന്നത് സിസ്റ്റത്തിന്റെ കോർഡിനേറ്റ് ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്, സോ ദിസ് ഇക്വേഷൻ ഗിവ്സ് us the ടൈം ഇവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുക ഓരോ സമയത്തുള്ള ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ പല രീതികളുണ്ട്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ് ഇൻ ദിസ് വേ. We can write this as d square x by dt square is equal to minus omega 0 square x. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് തവണ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനീഷ്യൽ ഫംഗ്ഷന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ഇനീഷ്യൽ ഫംഗ്ഷൻ. റൈറ്റ്, അപ്പോൾ ഈ രീതിയിലുള്ള ഫംഗ്ഷൻസ് ഇമീഡിയറ്റ്ലി ഇഫ് യു ആർ ലിറ്റിൽ ബിറ്റ് ഫെമിലിയർ വിത്ത് ദീസ് ഫംഗ്ഷൻസ്, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരും. ഒന്ന് സൈൻ ഒമേഗ 0 ടിയും മറ്റേത് കോസ് ഒമേഗ 0 ടിയും. റൈറ്റ്, സൈൻ ഒമേഗ 0 ടിയുടെ ഒരു ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഗെറ്റ് ഒമേഗ 0 കോസ് ഒമേഗ 0 ടി. ഒരു ഡെറിവേറ്റീവ് കൂടെ എടുക്കുകയാണെങ്കിൽ ഗെറ്റ് മൈനസ് ഒമേഗ 0 സ്ക്വയർ സൈൻ ഒമേഗ 0 ടി. ഓക്കെ, അതായത് രണ്ട് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഫംഗ്ഷന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടിയത്. ഇനീഷ്യൽ ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് ഒമേഗ 0 സ്ക്വയർ. രണ്ട് തവണ ടൈം ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ദ എഫക്ട് ഈസ് ടു സിംപ്ലി മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് ഒമേഗ 0 സ്ക്വയർ. അപ്പോൾ സൈൻ ഒമേഗ 0 ടി എന്ന് പറയുന്നത് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ യു ക്യാൻ ഓൾസോ ഈസിലി സീ ദാറ്റ് കോസ് ഒമേഗ 0 ടി ഓൾസോ സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ. അപ്പോൾ സൈൻ ഒമേഗ 0 ടിയും കോസ് ഒമേഗ 0 ടിയും ഇതിന്റെ പോസിബിൾ സൊല്യൂഷൻ ആണ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ നമുക്ക് ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയും. Okay, so from the differential equation you see that if sin omega 0 t and cos omega 0 t are solutions, then the general solution is b sin omega 0 t plus c cos omega 0 t. Alright, b and c are two coefficients. Alright, we have just combined two solutions. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രത്യേകതയാണ്. സൈൻ ഇത് രണ്ടും സൊല്യൂഷൻസ് ആണെങ്കിൽ ഈ രീതിയിൽ ഒരു കോമ്പിനേഷൻ എടുത്താൽ ആ കോമ്പിനേഷനും ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. Alright, you can easily check whether this satisfies our equation. Alright, let's say satisfies the equation x double dot plus omega 0 square x equal to 0. Right, അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, രണ്ട് ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക, and you see if it is minus omega 0 square multiplied by the initial function. So I leave it to you to check this. Right, so here b and c are constants which can be evaluated from a set of given initial conditions. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടണമെങ്കിൽ x as a function of time exactly കിട്ടണമെങ്കിൽ you need to know b and c. Right, so you need two more pieces of information to complete the solution. Right, ഈ രണ്ട് പീസ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും. റൈറ്റ്, അപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ന്യൂട്ടൺസ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ രണ്ട് തവണ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് കോൺസ്റ്റൻസ് ഓഫ് ഇന്റഗ്രേഷൻ വരും. അവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് പൊസിഷൻ ആൻഡ് വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഏതെങ്കിലും സമയത്തുള്ള പൊസിഷനും വെലോസിറ്റിയും നമുക്ക് എക്സാക്ട്ലി അറിയാമെങ്കിൽ then you can evaluate b and c based on these initial conditions and then you have the complete solution. Okay, ഇനി ഇതേ സൊല്യൂഷൻ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ റീറൈറ്റ് ചെയ്യാം. വി ക്യാൻ റൈറ്റ് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0 ടി പ്ലസ് 5. ഈ രീതിയിലും ഈ സൊല്യൂഷൻ എഴുതാം. ഇവിടെ നമുക്ക് രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസ് ഉണ്ട് വിച്ച് ഹാവ് ടു ബി ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദി ഇനീഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, ബി ആൻഡ് സി. ഇവിടെയും രണ്ട് അൺനോൺസ് ഉണ്ട്. ഇത് വീണ്ടും നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. റൈറ്റ്, എ ആൻഡ് 5. ഈ രീതിയിലാണ് എഴുതുകയാണെങ്കിൽ യു ഹാവ് ടു ഇവാലുവേറ്റ് ബി ആൻഡ് സി ബേസ്ഡ് ഓൺ ദി ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇൻ ദിസ് കേസ് യു ഹാവ് ടു ഇവാലുവേറ്റ് എ ആൻഡ് 5 based on the initial conditions. Alright, ഇനി ഇത് രണ്ടും ഈക്വലന്റ് ആണെന്നുള്ളത് കാണിക്കാൻ എളുപ്പമാണ്. Alright, it's easy to show that both these are the same basically. Alright, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് you can expand this. Okay, cos
omega 0 t plus phi എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. cos alpha plus beta, we know that cos a plus b or cos alpha plus beta is cos alpha cos beta minus sin alpha sin beta. Okay, അത് ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ this becomes x equal to a, this is cos omega 0 t cos phi plus it's a minus sin omega 0 t sin phi. Alright, അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ this becomes a cos omega 0 t cos phi minus a sin omega 0 t sin phi. Right, അപ്പോൾ ഇത് രണ്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൊല്യൂഷൻസ് എക്സാക്ട്ലി സെയിം ഫോമിലാണ്. Right, we have got cos omega 0 t, okay, some constant multiplied by cos omega 0 t plus some other constant multiplied by sin omega 0 t. അത് ഈ ഫോമിൽ തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതിയ അതേ ഫോമിലാണുള്ളത്. Right, ഇവിടെ b യും c യും ഇത് കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Right, b and c are some constants. Okay, so here b ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ cos phi യുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് cos omega 0 t യുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ഇവിടെ c ആണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും c is equal to a cos phi. c is equal to a cos phi. അതുപോലെ ഇവിടെ ഇത് രണ്ട് നമ്മൾ കമ്പയർ ചെയ്യണം, നമുക്ക് മനസ്സിലാകും sin omega 0 t യുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് b ആണ്. Alright, so ഇവിടെയുള്ള sin omega 0 t യുടെ കോഎഫിഷ്യന്റ് നോക്കുകയാണെങ്കിൽ you see that b is equal to minus a sin phi. ഇത് കമ്പയർ ചെയ്യുന്നതിലൂടെ വി സീ ദാറ്റ് ഓക്കെ ഇവിടെ നമ്മൾ ബി സി എന്നുള്ള കോൺസ്റ്റൻസ് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ വേറെ രീതിയിലുള്ള കോൺസ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത് എ കോസ് ഫൈ ആൻഡ് മൈനസ് എ സൈൻ ഫൈ. റൈറ്റ്, അപ്പൊ ഇവിടെ എ കോസ് ഫൈ എന്നുള്ളതിനെയാണ് ഇവിടെ ബി എന്ന് എഴുതിയത്, എ സൈൻ ഫൈ എന്നുള്ളത് തന്നെയാണ് ഇവിടെ സി എന്ന് എഴുതിയെന്ന് കരുതുകയാണെങ്കിൽ then the solutions are exactly the same. Right, so both these forms of solutions have exactly the same information. Right, we are just writing it in a slightly more convenient fashion. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞു തന്നെയാണ് ഈ കറസ്പോണ്ടൻസ് ശരിയാണെങ്കിൽ റൈറ്റ് ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ we should have a cos phi is equal to c and a sin phi is equal to minus b. ഇനി നമുക്ക് c യും b യും എയുടെയും ഫൈയുടെയും ടേംസിൽ വേണമെങ്കിൽ റൈറ്റ് if you want exactly c and b in terms of a and phi we can easily find that. Right, ഈ ഇക്വേഷനിൽ നിന്ന് ആദ്യം a എലിമിനേറ്റ് ചെയ്യുക, അടുത്തത് phi എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം phi എലിമിനേറ്റ് ചെയ്യുക and then eliminate a and then you will get the relation between a, phi, b and c. Okay, അത് ചെയ്യണമെങ്കിൽ you can just square and add this. You see that a square, this equation means that a square cos square phi plus a square sin square phi is equal to b square plus c square. ഇത് രണ്ട് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. Right, from here we see that cos square phi plus sin square phi is 1, so a is equal to b square plus c square whole raised to 1/2 or square root of b square plus c square. Right, അപ്പോൾ നമ്മൾ രണ്ടാമത് എഴുതിയ സൊല്യൂഷനിലുള്ള a എന്ന് പറയുന്നത് ആദ്യം എഴുതിയ സൊല്യൂഷനിലുള്ള ബിയുടെയും സിയുടെയും ബിയിൽ നിന്ന് സിയിൽ നിന്നും ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. റൈറ്റ്, ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഹോൾ റേസ് ടു 1/2. വാട്ട് അബൌട്ട് ഫൈ കിട്ടണമെങ്കിൽ യു ഹാവ് ടു എലിമിനേറ്റ് എ എലിമിനേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഡിവൈഡ് വൺ ഇക്വേഷൻ ബൈ ദ അതർ. റൈറ്റ്, സോ ഇഫ് യു ഡിവൈഡ് ദി സെക്കൻഡ് ഇക്വേഷൻ ബൈ ദ ഫസ്റ്റ് ഇക്വേഷൻ എ is gone, what you get is tan phi is equal to minus b by c. Right, or phi is equal to tan inverse of minus b by c. Alright, അപ്പോൾ ബിയും സിയും അറിയാമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഫോമാണ് സൊല്യൂഷൻ എടുക്കുന്നതെങ്കിൽ ബിയും സിയും അറിയാമെങ്കിൽ we can also find a and phi. Alright, alternatively if you know a and phi you can find b and c. So both these solutions have exactly the same information. Alright, ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സൊല്യൂഷന്റെ രണ്ട് ഡിഫറെന്റ് ഫോംസ് മാത്രമാണ്. So this result shows that the two expressions that we considered for the general motion of the harmonic oscillator are equivalent. Right, they are basically they have the same information. Okay, അപ്പോൾ നമുക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ളത് ഒരു പക്ഷേ ഇതായിരിക്കും a cos omega 0 t plus phi. Right, അപ്പോൾ ഈ കേസിൽ നമുക്ക് a phi എന്നിവ ഇനീഷ്യൽ കണ്ടീഷൻസിന്റെ ടേംസിൽ കണ്ടുപിടിക്കണം. Alright, ഇതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമുള്ള ചില കാര്യങ്ങൾ പരിചയപ്പെടാം. So there are a number of definitions that we can understand from here. ഇവിടെ x എന്ന് പറയുന്നത് it's the instantaneous displacement. It's the instantaneous displacement of the particle at time t. Alright, അപ്പോൾ അതൊരു സ്പ്രിംഗിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ റൈറ്റ്
ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആ സമയം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. റൈറ്റ്, സോ എ ആൻഡ് ഫൈ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദി ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എന്താണ്, അത് ഏത് കോർഡിനേറ്റിലാണുള്ളത്, ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ വി ക്യാൻ ഡിറ്റർമിൻ എ ആൻഡ് ഫൈ. റൈറ്റ്, ഇത് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. But it can be determined based on the initial conditions. Once you know A and phi, what you have here is that you have the displacement at any time. ഏതൊരു സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് വേണമെങ്കിലും ആ സമയം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇക്വേഷൻ വിൽ ഗിവ് us, or this function will give us the displacement at that particular time. Right, so we say that the solution is a function of time, x as a function of time. ഏതൊരു സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരും. So x is called the instantaneous displacement of the particle at time t. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ, വാട്ട്സ് ദ മാക്സിമം വാല്യൂ ദാറ്റ് എക്സ് ക്യാൻ ടേക്ക്, ഡിസ്പ്ലേസ്മെന്റിന് അലൗഡ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ എന്താണ്? ഈ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു മാക്സിമം വാല്യൂ ഓഫ് കോസ് ഒമേഗ 0t പ്ലസ് 5. നമുക്കറിയാം കോസ് തീറ്റ എന്നൊരു ഇതുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ 1 ആണ്. റൈറ്റ്, സോ maximum value for cos theta is 1. This means that when cos omega 0t plus 5 is maximum, its value is equal to 1. Right? അങ്ങനെയാണെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് x equal to a. So a will be called the amplitude. ഈ a നെയാണ് നമ്മൾ amplitude എന്ന് പറയുന്നത്. Is the amplitude of the motion measured from zero displacement to a maximum. That's the maximum displacement. Okay. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട വേറെ കുറച്ച് വാക്കുകളും കൂടി ഉണ്ട്. ഒന്നാമത് നമുക്ക് റേഡിയൻ നോക്കാം. ഓക്കെ, റേഡിയൻ is the SI unit for angle. SI unit for angle. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ സർക്കുലർ മോഷൻ നോക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, ഒരു പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് ഒരു സർക്കുലർ മോഷൻ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്ന് കരുതുക. റൈറ്റ്, അങ്ങനെയാണ് ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ, ഇത് കവർ ചെയ്ത ആംഗിൾ നമുക്ക് തീറ്റ എന്ന് പറയാം. ഓക്കെ, ഈ കവർ ചെയ്ത ആംഗിളിനെ ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ then we are talking about radians. Alright, so ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് s ആണെന്ന് കരുതുക. ഓക്കെ, ഇതിന്റെ റേഡിയസ് r ആണ്. Alright, then we say that the angle covered is s divided by r radians. അതായത് ഈ പോയിന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ റേഡിയസ്. ഓക്കെ, ദാറ്റ്സ് the radians, that gives you the angle covered in radians. Okay, ഇങ്ങനെയാണ് നമ്മൾ റേഡിയൻസ് ഡിഫൈൻ ചെയ്യുന്നത്, ഇങ്ങനെയാണ് റേഡിയൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്കൊരു ഫുൾ സർക്കിൾ എടുക്കാം. റൈറ്റ്, ഇത് ഹാഫ് സർക്കിൾ കവർ ചെയ്തെന്ന് കരുതും. ഒരു പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്, ഇറ്റ് കവേഴ്സ് എ ഹാഫ് സർക്കിൾ. അപ്പോൾ ട്രാവൽ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്കറിയാം. ഫുൾ സർക്കിൾ എന്ന് പറയുന്ന സർക്കംഫറൻസ് 2πr ആണ്. അപ്പോൾ ഹാഫ് സർക്കിൾ ആണെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് πr ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര റേഡിയൻസ് ട്രാവൽ ചെയ്തു? πr എന്നുള്ളതാണ് ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ s is equal to πr. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡഡ് ബൈ ദ റേഡിയസ് r, then you get pi radians. Right, അതായത് ഒരു ഹാഫ് സർക്കിൾ കവർ ചെയ്യുകയാണെങ്കിൽ we say that it has traveled or it has covered an angle of pi radians. Okay, അതുപോലെ ഫുൾ സർക്കിൾ കവർ ചെയ്യുകയാണെങ്കിലോ, ഫുൾ സർക്കിൾ കവർ ചെയ്യുകയാണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2πr ആണ്. സോ ഡിവൈഡഡ് ബൈ ദ റേഡിയൻസ്, then we say that it corresponds to 2π radians. അപ്പോൾ ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത് it corresponds to 2π radians. ഓക്കെ, ഇനി ആംഗിൾ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഡിഗ്രി. റൈറ്റ്, അപ്പോൾ ഡിഗ്രീസിന്റെ ടേംസിൽ നമുക്ക് ആംഗിൾ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഡിഗ്രി റേഡിയൻ തമ്മിലുള്ള കൺവേർഷൻ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്, അപ്പോൾ നമുക്കറിയാം ഒരു ഫുൾ സർക്കിൾ കവർ ചെയ്യുകയാണെങ്കിൽ we know that it corresponds to 360 degrees. അല്ലെ, ഒരു ഫുൾ സർക്കിൾ കവർ ചെയ്യുകയാണെങ്കിൽ we say that it has traveled an angle of 360 degrees. Right, half circle ആണെങ്കിൽ 180 degrees. So we see that 360 degrees is equal to 2π radians. Right, ഇത് രണ്ടും ആംഗിളിന്റെ വേറെ വേറെ യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഡിഗ്രീസിൽ നിന്ന് റേഡിയൻസിലേക്ക്, റേഡിയൻസിൽ നിന്ന് ഡിഗ്രീസിലേക്കും കൺവേർട്ട് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മിക്കവാറും നമുക്ക് ആവശ്യം റേഡിയൻസിലായിരിക്കും. അപ്പോൾ അത് ഡിഗ്രീസിലാണ് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ we will have to convert it into radians using this. Alright, so we can, so from here you see that 180 degrees is equal to pi radians. Okay, or 1 degree, basically 1 degree is equal to pi divided by 180 radians. അപ്പോൾ അങ്ങനെ നമുക്ക് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. Alright, in general x degrees ആണെങ്കിൽ you have to multiply it by pi divided by 180 to convert it into radians. Alright, x degrees എന്നാണ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളതെങ്കിൽ that will correspond to x multiplied by pi divided by 180 radians. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡിഗ്രിയിൽ നിന്ന് റേഡിയൻസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം. റൈറ്റ്, അപ്പോൾ ഒരു കംപ്ലീറ്റ് ടേൺ എന്ന് പറയുന്നത് 360 degrees ആണ്. ദാറ്റ്സ് ഓൾസോ ഈക്വൽ ടു 2π radians. Alright, okay,
ഇനി വീണ്ടും സർക്കുലർ മോഷന്റെ കേസിൽ ടേംസിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. സോ യു ഹാവ് ടു തിങ്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് വൈ വി ആർ ടോക്കിംഗ് അബൌട്ട് സർക്കുലർ മോഷൻ. നമ്മളിപ്പോൾ ഇവിടെ ഓസിലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓസിലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് സർക്കുലർ മോഷനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ദാറ്റ് ഐ ലീവ് ടു യു. പക്ഷേ ഈ രണ്ട് കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസും ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം വളരെ സിമിലർ ആണ്. സോ ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് in terms of the circular motion. ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സർക്കുലർ മോഷൻ ആണെങ്കിൽ ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. അതായത് ടി ഇസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 2π റേഡിയൻസ്. 2π റേഡിയൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടി അല്ലെങ്കിൽ പീരിയഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ദ പീരിയഡ്. ഓക്കെ, ടി. അങ്ങനെയാണെങ്കിൽ ടി സെക്കൻഡ്സ് കൊണ്ടാണ് 2π റേഡിയൻസ് കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന എത്രയാണ് കവർ ചെയ്യുന്നത്? ദാറ്റ്സ് 2π ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, റേഡിയൻസ് പെർ സെക്കൻഡ്. ഇതിനെയാണ് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് ω0. So ω0 will tell you the number of radians covered in 1 second. ω0 is equal to 2π divided by t. That will give you the number of radians covered in second. നമ്മുടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലാണെങ്കിൽ ഈ ω0 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് k ഡിവൈഡഡ് ബൈ m ആണ്. അത് നമ്മൾ ഇനീഷ്യലി പ്രോബ്ലം ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിയ സമയത്ത് തന്നെ ഡിഫൈൻ ചെയ്തതാണ്. ω0 is actually square root of k divided by m, radians per second. Okay. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, t is equal to 2π divided by ω0. Alright, so once you know ω0 or you know t, you can find one from the other. Alright. ഇതേ കാര്യങ്ങൾ നമ്മൾ ഓസിലേഷന്റെ കേസിലാണ് പറയുന്നതെങ്കിൽ, സിമ്പിൾ ഹാർമോണിക് ഓസിലേഷന്റെ കേസിലാണ് പറയുന്നതെങ്കിൽ, ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മൾ ആക്ച്വലി കാണുന്നത് ഈ രീതിയിലുള്ള ഓസിലേഷൻ മുന്നോട്ടും പിന്നോട്ടും മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വീണ്ടും തിരിച്ച് അവിടെ എത്താൻ എടുക്കുന്ന സമയത്താണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അല്ലെ പീരിയഡ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് സർക്കുലർ മോഷനുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, സോ യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ ജസ്റ്റ് ഗിവ് യു ആൻ ഐഡിയ. നമ്മുടെ ഒരു പാർട്ടിക്കിൾ ഒരു സർക്കിളിൽ മൂവ് ചെയ്യാണെന്ന് കരുതുക. പാർട്ടിക്കിൾ ഒരു സർക്കിളിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, ഇതിന്റെ ഒരു ഈ സൈഡിൽ നമ്മൾ ഇതിന്റെ ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിഴല് ഈ ഭാഗത്തുള്ള ഭിത്തിയിൽ നോക്കുകയാണെന്ന് കരുതുക. സോ യു ഹാവ് ഗോട്ട് ബേസിക്കലി ലൈറ്റ് ഹിയർ, ലൈറ്റ് സോഴ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നിഴൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വി സീ ദാറ്റ് ഈ പോയിന്റിൽ നിന്ന്, സോ ലെറ്റ്സ് ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു പോയിന്റ് സർക്കുലർ മോഷനിൽ പോവുകയാണ്. ആന്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നതെന്ന് കരുതുക. ഇപ്പൊ ഇതിന്റെ നിഴൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ ഷാഡോ ഓഫ് ദിസ് പോയിന്റ് ഓൺ എ വാൾ ഓർ ഓൺ എ സ്ക്രീൻ, വാട്ട് യു വിൽ സീ ഇസ് ദാറ്റ് ഇതിങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത്, ഈ ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് വാട്ട് യു വിൽ സീ ഇസ് ദാറ്റ് ഇനീഷ്യലി ഇവിടെയാണ് ദ ഷാഡോ. ഈ പോയിന്റിൽ എത്തുമ്പോൾ ഷാഡോ ഇവിടെ എത്തും. ഇത് ഇവിടെ എത്തുമ്പോൾ ഷാഡോ വിൽ റീച്ച് ഹിയർ. And then it goes up, and then you see the shadow also going up. അതൊരു സർക്കുലർ മോഷന്റെ പ്രൊജക്ഷൻ അല്ലെ നിഴൽ നോക്കുകയാണെങ്കിൽ it will correspond to what do you say, up and down motion or a to and fro motion. So this is basically the reason why we are able to talk about these oscillations in terms of quantities associated with circular motion. So this is the basic idea. You can think about this. You can think more about these things. So basically സർക്കുലർ മോഷന്റെ ഒരു പ്രൊജക്ഷൻ നമ്മൾ എടുക്കുകയാണ്, നിഴൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ, or to and fro motion. Okay, so this is the reason why we are able to relate these things. ഉദാഹരണത്തിന് ഇവിടെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ എത്തുക എന്നുള്ളതാണ്. ഇതിന് എടുക്കുന്ന സമയം നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഒരു കംപ്ലീറ്റ് സർക്കിൾ ട്രാവൽ ചെയ്ത് ഈ പോയിന്റിൽ തിരിച്ചെത്തി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്റെ ഷാഡോ നോക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ, ഗോസ് ടു ദിസ് പോയിന്റ് ആൻഡ് റിട്ടേൺസ് ടു ദിസ് പോയിന്റ്. അപ്പൊ ഇതിനെടുക്കുന്ന സമയത്താണ് നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് ഡിനോട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ സർക്കുലർ മോഷനെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഓസിലേഷൻ, സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. We are allowed to use these things. We talk about a circular frequency, we talk about period, etc. And complete oscillation corresponds to 2π radians. Because if you are looking at a circle, it corresponds to a complete circular motion or a complete cycle. So we are allowed to do this. So please think about these things. It's interesting. Okay.
Now let's check how we can incorporate the initial conditions. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ സൊല്യൂഷൻ എഴുതിയ സമയത്ത് എ ബി ഫൈ എന്നിങ്ങനെയുള്ള കോൺസ്റ്റൻസിനെ ഇനീഷ്യൽ കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു. റൈറ്റ്. ഉദാഹരണത്തിന് ഇനീഷ്യൽ കണ്ടീഷൻ ഇതാണെന്ന് കരുതുക. സപ്പോസ് അറ്റ് ടൈം ടി ഈക്വൽ ടു 0 ദ പൊസിഷൻ ഓഫ് ദ മാസ് ഇസ് എക്സ് ഓഫ് 0. ഓക്കെ, പൊസിഷൻ തന്നിരിക്കുന്നത് എക്സ് ഓഫ് 0 എന്നുള്ളതാണ്. റൈറ്റ്, ദിസ് ഇസ് ദ ഇനീഷ്യൽ കണ്ടീഷൻ. ലെറ്റ്സ് സേ ദാറ്റ് വി നോ എക്സ് ഓഫ് 0. ഓക്കെ, അതുപോലെ വെലോസിറ്റി വി ഓഫ് 0. ദിസ് ജസ്റ്റ് മീൻസ് എ വെലോസിറ്റി അറ്റ് ദ ടൈം ടി ഈക്വൽ ടു 0. ഇത് നമുക്കറിയാം. റൈറ്റ്, ഈ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷനിൽ വന്ന എ ഫൈ അല്ലെങ്കിൽ ബി സി എന്നിങ്ങനെയുള്ള കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. റൈറ്റ്, ആദ്യം നമുക്ക് ഈ ഫോമിലുള്ള സൊല്യൂഷൻ എടുക്കാം. എക്സ് ഈക്വൽ ടു ബി സൈൻ ഒമേഗ 0 ടി പ്ലസ് സി കോസ് ഒമേഗ 0 ടി. ഓക്കെ, അപ്പോൾ വി എന്ന് പറയുന്നത് എക്സ് ഡോട്ട് ആണ്. അപ്പോൾ എക്സ് ഡോട്ട് കണ്ടുപിടിക്കാൻ ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുക. സോ വെൻ യു ടേക്ക് ദ ടൈം ഡെറിവേറ്റീവ് യു ഗെറ്റ് ഒമേഗ 0 ബി കോസ് ഒമേഗ 0 ടി minus omega 0 c sin omega 0 t. Just take the time derivative once. Alright. ഇനി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഇനീഷ്യൽ കണ്ടീഷൻസ് എന്താണ്? ടി ഈക്വൽ ടു 0 ആയിരിക്കുന്ന സമയത്ത് പൊസിഷൻ ഇസ് എക്സ് ഓഫ് 0. റൈറ്റ്, അപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ സൈൻ 0 ഇസ് 0, കോസ് 0 ഇസ് 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഓഫ് 0. റൈറ്റ്, ജസ്റ്റ് പുട്ട് ടി ഈക്വൽ ടു 0, then x at the time t equal to 0 is x of 0. x of 0 is equal to c എന്ന് കിട്ടും. Right, because this is 1 when you put t equal to 0 and this term goes. Alright, so you get x of 0 is equal to c. Alright, അതുപോലെ ഇവിടെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് t equal to 0 എന്ന് ഇടുക. Alright, t equal to 0 ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്ത് let's say that it's v of 0. So we see that v of 0 is equal to, ഇവിടെ 0 ആയി പോകുന്ന ടേം ഇതാണ്. So you get this is equal to omega 0 b. Alright, or in other words b is equal to v0 divided by v of 0. Let's say v of 0 or x dot of 0. v എന്ന് പറയുന്നത് x dot ആണ്. x dot of 0 divided by omega 0. Alright, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ സൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. സൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ you need the initial condition. You need x of 0 and x dot of 0 and then we are done completely. The solution is complete. Right, so these are called the initial conditions. ഇവിടെ b യും c യും നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസിന്റെ ടേംസിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി സൊല്യൂഷൻ നമ്മൾ ഈ ഫോമിലാണെങ്കിൽ എഴുതുന്നത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0 ടി പ്ലസ് 5. ഇങ്ങനെയാണെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു ഡിറ്റർമിൻ എ ആൻഡ് ഫൈ ഇൻ ടേംസ് ഓഫ് ദ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്ക് അറിയാമെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് എ ആൻഡ് ഫൈ. ലെറ്റ്സ് സീ ഹൗ. സോ എക്സ് ഇസ് എ കോസ് ഒമേഗ 0 ടി പ്ലസ് 5. അപ്പോൾ എക്സ് ഡോട്ട് അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് ആണ്. സോ ദാറ്റ് ബിക്കംസ് മൈനസ് ഒമേഗ 0 എ സൈൻ ഒമേഗ 0 ടി പ്ലസ് 5. ഓക്കെ, സോ യു ടേക്ക് ദ ടൈം ഡെറിവേറ്റീവ്, കോസ് ബിക്കംസ് സൈൻ. Alright, cos becomes minus sin. Cos ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. Alright, ഇവിടെ ഒമേഗ 0 ടി ഉള്ളതുകൊണ്ട് you also have to take the derivative of whatever is in the argument here. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഒമേഗ 0 എന്ന് വരും. So that's why we have got minus omega 0 a sin omega 0 t plus 5. Okay, ഇനി ഇതിൽ t equal to 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you get x of 0 is equal to a cos 5 and v of 0. Alright, ഇവിടെ t equal to 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you get v of 0 is equal to minus omega 0 a sin 5. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് unknown quantities ഉണ്ട്, a and phi. We also have two equations. Alright, so we can solve this equation to find both a and phi in terms of known quantities which are the initial conditions x of 0 and v of 0. ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഉദാഹരണത്തിന് ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് ആദ്യം phi എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. Let's see how we can eliminate phi. Alright, അപ്പോൾ ഇവിടെ phi എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒമേഗ 0 ഉണ്ട്. Alright, അപ്പോൾ ആദ്യത്തേനെ ഒമേഗ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ then this becomes cos square 5 plus sin square 5 and that will go. Alright, so let's check that. Okay, so you first multiply the first equation by omega 0. So omega 0 x of 0 is equal to, let's write it like this, omega 0 a cos 5. Right, അതുപോലെ v of 0 is equal to minus omega 0 a sin 5. Right, now you square and add, you get omega 0 square x square of 0, x of 0 square plus v of 0 square. Right, this is equal to, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാണ്. സോ ദിസ് ബിക്കംസ് ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ ഇവിടുന്ന് വരും, ഇവിടുന്ന് ഒരു ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ വരും, ബാക്കി വരുന്നത് കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 ആണ്. ദാറ്റ്സ് 1. Alright, so from here we see that a can be written as, so a square is equal to x square of 0 plus v square of 0 divided by omega 0 square. Right, വേറെ രീതി പറയുകയാണെങ്കിൽ a is equal to square root of x square of 0 plus
v square of 0 divided by omega 0 square. Right? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ a എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, നമ്മുടെ സൊല്യൂഷനിലുള്ള a എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇനീഷ്യൽ കണ്ടീഷൻസിന്റെ ടേംസിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. റൈറ്റ്? അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ 5 ഇനീഷ്യൽ കണ്ടീഷൻസിന്റെ ടേംസിൽ കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ഡിവൈഡ്, റൈറ്റ്? ഡിവൈഡ് വൺ ഇക്വേഷൻ ബൈ ദ അതർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനെ ആദ്യത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് v of 0 divided by x of 0 is equal to, നമുക്കറിയാം a ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് minus omega 0 sin phi divided by cos phi. Okay, actually minus omega 0 a sin phi divided by a cos phi. This a gets cancelled. Alright, so this is equal to minus omega 0 tan phi. So from here we see that minus omega 0 tan phi is equal to v of 0 divided by x of 0, or tan phi is equal to minus v of 0 divided by omega 0 x of 0. v of 0 initial velocity ആണ്, x of 0 initial coordinate ആണ്, initial position എന്ന് പറയാം. Alright, so from here we see that phi is equal to tan inverse of minus v0 divided by omega 0 x of 0. Alright, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്, we have written both a and phi in terms of the initial conditions. Once we do this, the solution is complete. Okay, അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് ആവശ്യമാണ്. അതായത് നമ്മളൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് ആവശ്യമാണ്. അതായത് ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട്. a is written in terms of x of 0 and v of 0. Similarly, phi is also written in terms of v of 0 and x of 0. Right? അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്ക് പല രീതിയിൽ സ്പെസിഫൈ ചെയ്യാം. ദിസ് ഇസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. Right? പക്ഷേ ഈ പൊസിഷനും ആക്സിലറേഷനും കിട്ടിയിട്ട് കാര്യമില്ല, കാരണം ഇത് ഇൻഡിപെൻഡന്റ് അല്ല. ബിക്കോസ് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇതാണ്, ഇതിലും പൊസിഷൻ അറിയാമെങ്കിൽ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഡിറ്റർമിൻസ് ദ ആക്സിലറേഷൻ. Right? So this cannot be considered as independent pieces of information. Right? With that we'll conclude the first class. നമ്മളിവിടെ കണ്ടത് ഹാർമോണിക് ഓസിലേറ്റർ ആണ്. അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ആദ്യം നമ്മൾ എഴുതി, mx ഡബിൾ ഡോട്ട് ഈക്വൽ ടു മൈനസ് kx. ഓക്കെ, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ രണ്ട് രീതിയിൽ എഴുതി. റൈറ്റ്, രണ്ടും ഈക്വലന്റ് ആണ് നമ്മൾ കണ്ടു. ഓക്കെ, അതിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് ഈ രീതിയിലായിരിക്കും, a cos omega 0 t പ്ലസ് phi. ഓക്കെ, ഇവിടെ phi എന്ന് പറയുന്നതിന് ഫേസ് ആംഗിൾ എന്നാണ് പറയുന്നത്. റൈറ്റ്, ഫേസ് ഫാക്ടർ ഓഫ് ഫേസ് ആംഗിൾ. റൈറ്റ്, അതുപോലെ a is called the amplitude, it's the maximum displacement. ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഫേസ് യു വിൽ ഗെറ്റ് a curve like this. Alright, this is the displacement versus time. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ഓസിലേറ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ എ വേ, ഓർ ടു ആൻഡ് ഫ്രോ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഓസിലേഷൻ ആണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ചില ടേംസ് പരിചയപ്പെട്ടു. ഒമേഗ 0 is called the angular frequency. Alright, it's the number of radians per second. T, capital T is called the period of oscillation. അതൊരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ടേംസ് നമ്മൾ പരിചയപ്പെട്ടു. ആൻഡ് ഇൻ ദ എൻഡ് ഈ a, phi എന്ന് പറയുന്ന ഈ കോൺസ്റ്റൻസ്, റൈറ്റ്, ഇവിടെ അപ്പിയർ ചെയ്യുന്ന അൺനോൺ ക്വാണ്ടിറ്റീസ് ഇനീഷ്യൽ കണ്ടീഷൻസിന്റെ ടേംസിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നും കൂടി നമ്മൾ കണ്ടു. റൈറ്റ്, സോ വിത്ത് ദാറ്റ് വിൽ കൺക്ലൂഡ് ദ ഫസ്റ്റ് ക്ലാസ്. താങ്ക് യു.